എന്തുണ്ടാക്കാൻ പോകുന്നത്? നീ മന്തി ഉണ്ടാക്കിയില്ലേ, അപ്പം ഞാൻ വിളിച്ചൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓഹോ, കോമ്പറ്റീഷനാ? കോമ്പറ്റീഷനൊന്നുമല്ല, എനിക്കിഷ്ടമല്ലേ സാൻഡ്വിച്ച്. സാൻഡ്വിച്ച് ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. എന്ത് സാൻഡ്വിച്ചാണ് ഇഷ്ടം? എഗ്ഗാണോ? എന്നാൽ നമുക്കൊരു എഗ്ഗ് കൂടെ വെച്ചിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. ഓക്കെ, അപ്പം ചെയ്ത് തുടങ്ങട്ടെ? സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഈ സാൻഡ്വിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇത് നമുക്ക് ഈവനിങ് ടീയുടെ കൂടെയൊക്കെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്, നമുക്ക് വേണ്ടത് മയോണൈസ് വേണം. മയോണൈസ് നമുക്ക് പാക്കറ്റ് മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ മയോണൈസ് ഉണ്ടാക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മയോണൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ട വേണം. അതേപോലെ ടൊമാറ്റോ, ക്യാരറ്റ്, ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, ഓനിയൻ. പിന്നെ വേണ്ടത് ചീസാണ്. പിന്നെ പെപ്പർ, സോൾട്ട്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്, ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഞാനപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് വേണ്ടത് എല്ലാ ഐറ്റംസും കട്ട് ചെയ്തെടുക്കുക. ടൊമാറ്റോ, ക്യാപ്സിക്കം, ഓനിയൻ, അതേപോലെ ഗ്രീൻ ചില്ലി എല്ലാം കട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് സോൾട്ടും പെപ്പറും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തായിട്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് നമ്മൾ ഈ കട്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ്, ഓനിയൻ, ചില്ലി, അതേപോലെ ക്യാരറ്റ്, ടൊമാറ്റോ, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സോൾട്ട്, ഇത്ര ഇട്ടിട്ട് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓംലെറ്റിനുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം. അതിൽ കുറച്ച് പെപ്പർ കൂടി ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2 മിക്സ് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന്, നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ സ്വല്പം എണ്ണ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് ഒഴിക്കുക, മസാല മിക്സ് ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ എത്തി, ഇനി ഒന്ന് തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇത്ര പെർഫെക്ഷൻ ഒന്നും വേണ്ട. നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്ഷനോട് ചെയ്യുമെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ അത്ര വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ട. ഇനി കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ബ്രെഡാണ്. നമുക്ക് ടോസ്റ്റ് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അത് ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ബ്രെഡ് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചിട്ട് നിങ്ങൾ എത്ര സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ 2 ലെയർ വെച്ചിട്ടാണോ 3 ലെയർ വെച്ചിട്ടാണോ? നമ്മളിപ്പോൾ 3 ലെയറിൻ്റെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ബ്രെഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എത്ര സാൻഡ്വിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണവും കൂട്ടുക. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ബ്രെഡ് ഇട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുക, മെൽറ്റാക്കുക. ബട്ടർ കുറച്ച് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ മറ്റേ ആ മിക്സില്ലേ മയോണൈസും ക്യാപ്സിക്കം ടൊമാറ്റോ ഒനിയൻ ഇതെല്ലാം മിക്സ് ചെയ്തത് ആദ്യം ഒരു ഫസ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമുക്കപ്പം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മയോണൈസ് ആയതുകൊണ്ട് മയോണൈസും ഇത്രയും മിക്സ് വരുമ്പോൾ തന്നെ ആ ഒരു ഇതിനെയും വേറൊന്നും വെച്ചില്ലെങ്കിൽ തന്നെ ഇങ്ങനെ വെജിറ്റബിൾ വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ വേണേൽ കഴിക്കാം. വെജീസിന് ഈ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുത്തതിന് മുകളിലേക്ക് വെക്കാം. അതിനുശേഷം ഒരു ലെയർ ചീസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇത് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ ഏൽപ്പിച്ചു ഈ ഒരു ലെയർ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തപ്പോഴെല്ലാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബൾജ് ചെയ്ത് പോയി. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് നമുക്കിനി ഒരു ഓംലെറ്റ് വെക്കാം. അതിനുശേഷം വീണ്ടും ഒരു ബ്രെഡ് വെക്കുക. നമുക്ക് നോർമലി ഇത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഈ ഓംലെറ്റ് വെച്ച ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ അതേപോലെ ഓനിയൻ ക്യാപ്സിക്കം ഒക്കെ വേണം ഒരു ലെയറോട് അതിൻ്റെ മുകളിലേക്ക് വേണേൽ വെക്കാം. ഞാനിപ്പോൾ അത് വെച്ചിട്ടില്ല. അതേപോലെ കുറച്ച് മയോണൈസും അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ട് കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. പക്ഷേ ഇപ്പോൾ നമ്മളത് വെച്ചിട്ടില്ല. ഇതിനകത്ത് എന്ത് ഫില്ലിങ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്തത് ഇതുപോലെ കളയാം. ആ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നതിന് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡും നമ്മുടെ എഗ്ഗും ഒക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേനും അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കഴിക്കാം. ഓക്കെ, ഇനി ഇത് ഈ 4 സൈഡ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. സെൻറ്റർ മീൻസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി.